നല്ല രുചിയുള്ള എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നോമ്പുതുറ സ്പെഷ്യലായിട്ടുള്ള ഇറച്ചിപ്പത്തിരി അല്ലെങ്കിൽ ഇറച്ചിയടയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇറച്ചിയട തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. നല്ലൊരു ചപ്പാത്തിയുടെ മാവ് പോലെ ആക്കിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. കുഴച്ചൊരു 10 മിനിറ്റ് വെച്ചാൽ കേട്ടോ, അപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും. 1/4 കപ്പ് വെള്ളമാണ് വേണ്ടി വന്നത് കുഴച്ചെടുക്കാനായിട്ട്. ഇനി കുറച്ച് ചിക്കൻ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാനിൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത ആ ഓയിൽ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു, എന്നിട്ട് ആ ഓയിലിട്ട് തന്നെ സവോളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റും ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ അരച്ചെടുത്ത മുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ സവാള ഒരുപാട് എന്താ പറയുക ബ്രൗൺ കളറൊക്കെ ആയിട്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇത്തിരി മല്ലിയില കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു 2 പാർട്ടായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതിനകത്തുനിന്ന് ഒരു ഭാഗം കൊണ്ട് ആദ്യം ഒരു ചപ്പാത്തി പോലെ വലുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. രണ്ടും അതുപോലെ ചപ്പാത്തി പോലെ പരത്തിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇത് ഇങ്ങനെ ഓരോന്നും ഒരു ചെറിയൊരു പാട് കൊടുക്കാം കേട്ടോ, കട്ട് ചെയ്യരുത്. ഇനി ഇത് സെൻറ്ററിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഇതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളൊരു ഇത് കേട്ടോ. എന്ന് വെച്ചാൽ ഇതുപോലെ 2 ചപ്പാത്തിയും കൂടി പരത്തിയിട്ട് ഇത് ഇങ്ങനെ മുകളിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് എടുത്തുവെച്ചാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. ഗ്ലാസ് ആണെങ്കിലും മതി. ഇതിപ്പോൾ എൻ്റെ ഒരു കട്ടർ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിച്ചെന്നുള്ളൂ. അതാകുമ്പോൾ ഷേപ്പ് ഉണ്ട്, നല്ല എന്താ പറയുക ഈ സൈഡിലിങ്ങനെ റൗണ്ടിന് ഒരു സിക്സാഗ് പോലെ വന്നുണ്ട്. അപ്പോൾ അതൊരു കാഴ്ചയ്ക്കൊരു ഭംഗി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. കാരണം വെച്ചാൽ പുറത്തേക്ക് ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറത്തേക്ക് വരാണ്ടിരിക്കാൻ ഭാഗത്തിനെ. ഇത്രയേ ഉള്ളൂ, നല്ല എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ആ ഒരു മസാല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. റമദാനിന് മുമ്പുള്ള ഒരു പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് ഈ മസാല തയ്യാറാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് അതുപോലെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ചൂടായിട്ടുള്ള എണ്ണയിലിട്ട് ഇട്ട് 2 വശവും തിരിച്ച് മറിച്ച് വിട്ടിട്ട് വറുത്ത് കോരി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ ഇങ്ങനെ പൊന്തി വരില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും. അപ്പോൾ ചെറിയൊരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിമിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ മസാലയൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. പിന്നെ ആ ഒരു നമ്മുടെ ആ ഒരു മൈദ മാവ് മാത്രമാണ് നന്നായിട്ടൊന്ന് കുക്കായി വരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇത് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ. ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മളിതുപോലെ എല്ലാം നിറച്ച് വെച്ചതിന് ശേഷം ആ ഒരു എന്തെങ്കിലും ഒരു ബോക്സിലാക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടർ പേപ്പർ ഇട്ടിട്ട് അടുത്ത ലെയർ വയ്ക്കുക. അങ്ങനെ നമുക്ക് വെച്ചിട്ട് അത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രീസറിലാകുമ്പോൾ 2 ആഴ്ചയൊക്കെ വരെ കേടുകൂടാണ്ടിരുന്നോളും. അപ്പോൾ ഇനി ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിങ്ങോട് കൂടിയ നല്ലൊരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്